ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വേസ്റ്റ് ഡിസ്പോസൽ ടെക്നിക്കുകളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. എൻവയോൺമെൻറ്റ് ആൻഡ് ഹെൽത്തിലെ ഡിസ്പോസൽ ഓഫ് വേസ്റ്റ് എന്ന ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വേസ്റ്റ് ഡിസ്പോസലിൽ നമ്മൾ സോളിഡ് വേസ്റ്റുകൾ എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. എന്താണ് സോളിഡ് വേസ്റ്റ്? നമുക്കറിയാമല്ലേ സോളിഡ് വേസ്റ്റ് എന്താണെന്ന് മുതൽ പഠിച്ചു പോവാം. ഡിസ്പോസൽ ഓഫ് വേസ്റ്റ്, സോളിഡ് വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിഫ്യൂസ് എന്ന പേരിലും കൂടെ അറിയപ്പെടും അല്ലേ. റിഫ്യൂസ് എന്ന പേരിലാണ് സാധാരണയായിട്ട് നമുക്ക് ഈ ഇതിൻ്റെ സിലബസിലൊക്കെ നമ്മൾ അറിയപ്പെടുന്നത്. റിഫ്യൂസ് എന്ന് പറയും. അതിന് ആ വേസ്റ്റിൻ്റെ അതിൻ്റെ പ്രത്യേകതകളാണ് പറയുന്നത്. ഡിസ്കാർഡഡ് വേസ്റ്റ് മാറ്റേഴ്സാണ്. നമുക്ക് സാധാരണയായി കാണപ്പെടുന്ന വേസ്റ്റ് മാറ്റേഴ്സ് എല്ലാം ഉൾപ്പെടുന്നതാണ് റിഫ്യൂസിൽ ഉൾപ്പെടുന്നത്. അതിനെ തന്നെ മറ്റൊരു പേര് കൂടി അറിയപ്പെടുന്നുണ്ട്, ലിറ്റർ എന്ന് പറയും. ലിറ്റർ എന്ന പേരിലും കൂടി ഈ റിഫ്യൂസ് അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ഉൾപ്പെടുന്നത്? നമ്മളിപ്പം സാധാരണ നമ്മൾ ജനറലായിട്ടുള്ള വേസ്റ്റുകൾ ഉണ്ടാവില്ലേ, അപ്പോൾ അതിനകത്ത് ഉൾപ്പെടുന്നതാണ് ഒന്ന് ഗാർബേജ്. ഗാർബേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർബേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഫുഡ് വേസ്റ്റാണ്. വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ, അതും കൂടിയും അതിന് നമുക്ക് പറയാം, ഗാർബേജ് പറയാം. അപ്പോൾ അതിനകത്ത് ഫുഡിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. പിന്നെ അതേപോലെ തന്നെ അതിൽ ഉൾപ്പെടുന്നത് റബ്ബിഷ്, പേപ്പർ. റബ്ബിഷ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗശൂന്യമായിട്ടുള്ള പേപ്പറുകൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക്, വുഡ്, മെറ്റൽസ്, നമ്മുടെ ഈ ഉപയോഗം കഴിഞ്ഞ് വലിച്ചെറിയുന്ന കണ്ടെയ്നറുകൾ, അതുപോലെ തന്നെ ഗ്ലാസ് പാർട്ടിക്കിൾസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ റബ്ബിഷിനകത്ത് വരുന്നുണ്ട്. പിന്നെ ഡിമോളിഷൻ പ്രൊഡക്റ്റ്. അപ്പോൾ എന്താ ഒരു ബിൽഡിംഗ് ഡിമോളിഷ് ചെയ്യുക, ഒരു ബിൽഡിംഗ് പൊളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വേസ്റ്റുകളും ഇതെല്ലാം ഈ റിഫ്യൂസിനകത്ത് ഉൾപ്പെടുന്നതാണ്. പിന്നെ അതുപോലെ സീവേജ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞാലുണ്ടാകുന്ന അതിൻ്റെ വേസ്റ്റ് പാർട്ടിക്കിൾസ്, ഇതിനെല്ലാം നമ്മൾ സോളിഡ് വേസ്റ്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിനകത്ത് വരുന്നത് ഡെഡ് അനിമൽസ് വരുന്നുണ്ട്, മാനുവർ ആൻഡ് ഡിസ്കാർഡഡ് മെറ്റീരിയൽസ് വരുന്നുണ്ട്. മൃഗങ്ങൾ, ചത്ത മൃഗങ്ങളും അതുപോലെ തന്നെ നമ്മൾ ഡിസ്കാർഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതിനകത്ത് ഒരു പ്രത്യേകം നോട്ട് ചെയ്യാനുള്ളത് എന്താണെങ്കിൽ, സ്ട്രിക്ട്ലി സ്പീക്കിംഗ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ നൈറ്റ് സോയിൽ. നൈറ്റ് സോയിൽ ഉൾപ്പെടുന്നില്ല ഇതിനകത്ത്. റിഫ്യൂസിനകത്ത് നൈറ്റ് സോയിൽ ഉൾപ്പെടുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് റിഫ്യൂസിനെ കുറിച്ചിട്ട് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നമുക്ക് അടുത്ത സെക്ഷൻ പോകേണ്ടത് ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ സോഴ്സ് എങ്ങനെയാണെന്നാണ്. അപ്പോൾ ഈ റിഫ്യൂസിനകത്ത് ഇപ്പോൾ സോളിഡ് വേസ്റ്റിനകത്ത് ഒരു കാര്യം കൂടി പറയുകയാണെങ്കിൽ അബൌട്ട് നമ്മളിപ്പം പെർ ക്യാപിറ്റ ഡെയിലി ഒരാൾ ഡെയിലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു റിഫ്യൂസിൻ്റെ ഒരു അളവുണ്ട്. അതിൻ്റെ ഒരു റേഞ്ച് ബിറ്റ്വീൻ 0.25 to 2.5 kilograms ആണ്. അത് ഓരോ രാജ്യത്തിനും വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു പെർ ക്യാപിറ്റ ഡെയിലി സോളിഡ് വേസ്റ്റ് പ്രൊഡ്യൂസ്ഡ് റേഞ്ചസ് ബിറ്റ്വീൻ 0.25 to 2.5 kilogram പെർ ഹെഡാണ് ഒരു മനുഷ്യൻ ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് ഓരോ ദേശത്തും ഓരോ രാജ്യങ്ങളിലും അത് വ്യത്യാസപ്പെട്ടിരിക്കും. അതിൻ്റെ കൂടെ തന്നെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ റിഫ്യൂസിൻ്റെ ഈ സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എങ്ങനെയൊക്കെയാണ് അത് വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് നോക്കാം. ഫസ്റ്റ് വരുന്നത് സ്ട്രീറ്റ് റിഫ്യൂസാണ്. സ്ട്രീറ്റിലുണ്ടാകുന്ന റിഫ്യൂസ് കളക്റ്റഡ് ബൈ ദി സ്ട്രീറ്റ് ക്ലീൻസിങ് സർവീസ്. നമ്മൾ സ്ട്രീറ്റുകൾ വൃത്തിയാക്കുമ്പോൾ, തെരുവുകളും റോഡുകളൊക്കെ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റുകളാണ് സ്ട്രീറ്റ് റിഫ്യൂസ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കണ്ടെയ്നിങ് സ്ട്രോ, പേപ്പർ, ലീവ്സ്, അനിമൽ ഡ്രോപ്പിംഗ് ആൻഡ് ലിറ്റർ. ഇത്തരം കാര്യങ്ങളാണ് സ്ട്രീറ്റ് റിഫ്യൂസിൽ നിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഫസ്റ്റ് സോഴ്സ് സ്ട്രീറ്റ് റിഫ്യൂസാണ്, സ്ട്രീറ്റിൽ നിന്നുണ്ടാകുന്ന റിഫ്യൂസാണ്. രണ്ടാമത് വരുന്നത് മാർക്കറ്റ് റിഫ്യൂസാണ്. എന്താണ് മാർക്കറ്റ് റിഫ്യൂസിനകത്ത് ഉണ്ടാകുന്നത്? നമ്മളത് കളക്ട് ചെയ്യുന്നത് തന്നെ മാർക്കറ്റിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. റിഫ്യൂസ് ദാറ്റ് കളക്റ്റഡ് ഫ്രം മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്യുന്നതാണ് മാർക്കറ്റ് റിഫ്യൂസ്. അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്? കണ്ടെയ്നിങ് ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് അനിമൽ മാറ്റേഴ്സ്, പാട്രൈഡ് വെജിറ്റബിൾസ്. അപ്പോൾ മാർക്കറ്റിൽ നിന്നുണ്ടാകുന്നതാണ് ലാർജ് നമ്പർ ഓഫ് അനിമൽ മാറ്റേഴ്സ്. ഇപ്പം ഒരു സ്ലോട്ടർ ഹൗസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള വേസ്റ്റുകളുണ്ടാവും. അതുപോലെ തന്നെ മാർക്കറ്റിൽ വെജിറ്റബിൾ മാർക്കറ്റ് ആണെങ്കിൽ അത് പാട്രൈഡ് വെജിറ്റബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അഴുകിയ അല്ലെങ്കിൽ ഉപയോഗശൂന്യമായിട്ടുള്ള വെജിറ്റബിളിനാണ് അങ്ങനെ പറയുന്നത്. അപ്പോൾ മാർക്കറ്റ് റിഫ്യൂസ് രണ്ടാമത്തെ ഒരു സോഴ്സാണ്. മൂന്നാമത്തെ സോഴ്സ് സ്റ്റേബിൾ ലിറ്റർ എന്ന് പറയും. സ്റ്റേബിൾ ലിറ്റർ എന്ന് പറയുമ്പോൾ റിഫ്യൂസ് ദാറ്റ് കളക്റ്റഡ് ഫ്രം സ്റ്റേബിൾ. ഇറ്റ് കണ്ടെയ്ൻ മെയിൻലി ആനിമൽ ഡ്രോപ്പിംഗ് ആൻഡ് ലെഫ്റ്റ് ഓർ ആനിമൽ ഫീഡ്സ് ആണ് സ്റ്റേബിൾ. അത് സ്റ്റേബിളായിട്ട് ഉണ്ടാകുന്ന സോളിഡ് വേസ്റ്റുകളാണ്. അത് മൂന്നാമത്തെ സോഴ്സായിട്ട് വരുന്നത്. നാലാമത്തെ സോഴ്സായിട്ട് വരുന്നത് ഇൻഡസ്ട്രിയൽ റിഫ്യൂസാണ്. ഇൻഡസ്ട്രിയൽ റിഫ്യൂസ് എന്താണ് അതിൻ്റെ സ്വഭാവം? ഹൈലി ടോക്സിക് ആൻഡ് എക്സ്പ്ലോസീവ് കോമ്പൗണ്ടാണ്. ഹൈലി ടോക്സിക് ആയിട്ടുള്ള വേസ്റ്റ് പ്രൊഡക്റ്റുകളാണ്, റിഫ്യൂസാണ് ഇൻഡസ്ട്രിയൽ റിഫ്യൂസിൽ വരുന്നത്.
ഹൈലി ടോക്സിക് ആണ്. അതുപോലെ തന്നെ ആ ഒരു എക്സ്പ്ലോസീവ് കോമ്പൗണ്ട്സ് ആണ്. ഇപ്പം അത് ഡയറക്റ്റ് കോൺടാക്റ്റ് ആണെങ്കിൽ, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോൺടാക്റ്റ് ആവുകയാണെങ്കിൽ നമുക്ക് അസുഖങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ട്. അത്രയാണ് നാലാമത്തെ സോഴ്സ് വരുന്നത് ഇൻഡസ്ട്രിയൽ റിഫ്യൂസ്. അഞ്ചാമത്തെ സോഴ്സ് വരുന്നത് ഡൊമസ്റ്റിക് റിഫ്യൂസ് ആണ്. നമ്മൾ ഡൊമസ്റ്റിക് ആയിട്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന, വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഡൊമസ്റ്റിക് റിഫ്യൂസിൽ വരുന്നത്. അത് വീട്ടിൽ നിന്ന് തന്നെയാണ് അത് കളക്ട് ചെയ്യുന്നത്. അത് എന്തൊക്കെയാണ് അതിനകത്ത്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആഷ്, റബ്ബിഷ് ആൻഡ് ഗാർബേജ്. അപ്പം ഗാർബേജ് നമ്മൾ ഫസ്റ്റിൽ എന്താണെന്ന് പഠിച്ചു അല്ലേ? വേസ്റ്റ് വാട്ടർ ഫ്രം കിച്ചൺ. അതിനകത്ത് ഫുഡ് പാർട്ടിക്കിൾസും വെജിറ്റബിൾ പാർട്ടിക്കിൾസും എല്ലാം ഉണ്ടാവും. അത് വീട്ടിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. ആഷ് ഉണ്ടാവും. നമ്മളിപ്പം ഈ പുറമെ അടുപ്പ് കത്തിക്കുമ്പോൾ, ഇപ്പം മരം വിറക് കത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ആഷ്, ചാരം, ഇതാണ് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വീട്ടിൽ നിന്നുണ്ടാകുന്നത്. അതുപോലെ തന്നെ അഞ്ചാമത്തെ സോഴ്സാണ് ഡൊമസ്റ്റിക് റിഫ്യൂസായിട്ട് വരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള സോഴ്സുകൾ ഫസ്റ്റ് നമ്മൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. മാർക്കറ്റ്, സ്ട്രീറ്റ് റിഫ്യൂസ്, രണ്ടാമത് വരുന്നത് മാർക്കറ്റ് റിഫ്യൂസ്, മൂന്നാമത് സ്റ്റേബിൾ ലിറ്റർ, നാലാമത് വരുന്നത് ഇൻഡസ്ട്രിയൽ റിഫ്യൂസ്, അഞ്ചാമത് വരുന്നത് ഡൊമസ്റ്റിക് റിഫ്യൂസ് ആണ് വരുന്നത്. അതാണ് 5 സോഴ്സുകളായിട്ടാണ് നമുക്ക് റിഫ്യൂസ് ഉൽപ്പാദിപ്പിക്കുന്നതും നമുക്കത് കളക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് എന്താണ്? നമ്മളതിൻ്റെ ഡിസ്പോസൽ മെത്തേഡുകളാണ് പഠിക്കുന്നത് അല്ലേ? റിഫ്യൂസ്, ഇപ്പോൾ സോളിഡ് വേസ്റ്റിൻ്റെ ഡിസ്പോസൽ വരുമ്പോൾ അത് ആ മെത്തേഡിലേക്ക് എത്തണമെങ്കിൽ നമുക്ക് എന്തൊക്കെ ടെക്നിക്കുകൾ വഴിയാണ് പോകുന്നത്? ആദ്യം നമുക്കത് കളക്ട് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. കളക്ഷനല്ല, സ്റ്റോറേജ് ചെയ്യണം. നമ്മളത് അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതാണ് വലിയൊരു ഹെൽത്ത് ഹസാർഡിലേക്ക് എത്തിപ്പെടുന്നത്. അപ്പം നമ്മളത് കൃത്യമായിട്ട് ഇപ്പം എല്ലാ മേഖലയിലും അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. മാലിന്യങ്ങൾ തരംതിരിച്ച് നിർമ്മാർജ്ജനം ചെയ്യണമെന്ന്. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് അതിൻ്റെ സ്റ്റോറേജാണ്. ഇപ്പം വീടുകളിൽ വന്ന് കളക്ട് ചെയ്യുന്ന തരത്തിൽ വരെ അതിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ. അപ്പോൾ ഫസ്റ്റിൽ വരുന്നത് അത് സ്റ്റോറേജാണ്. സ്റ്റോറേജിനകത്ത് നമ്മളിപ്പോൾ ഡിസ്പോസിബിൾ ടെക്നിക്കുകളിൽ ആദ്യത്തെ തുടക്കമാണ്. ആദ്യം സ്റ്റോറേജ് ചെയ്യുന്നു. എങ്ങനെയാണ് സ്റ്റോറേജ് ചെയ്യുന്നത്? 2 തരത്തിൽ ഉണ്ട്. ഒന്ന് ഇപ്പം ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഡസ്റ്റ് ബിന്നുകൾ വെച്ചിട്ട് സ്റ്റോറേജ് ചെയ്യാം. വിത്ത് ക്ലോസ് ഫിറ്റിംഗ്സ് കവർ ആസ് സ്യൂട്ടബിൾ റിസെപ്റ്റബിൾ ഫോർ എ സ്റ്റോറേജ് ഓഫ് റിഫ്യൂസ്. സാധാരണ തെരുവുകളിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ കാണുന്നുണ്ട്. ഇതേപോലെ തന്നെ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ബിന്നുകൾ, വലിയ ബിന്നുകൾ വയ്ക്കും, അടച്ചുറപ്പുള്ള ബിന്നുകൾ വയ്ക്കും. അതിനകത്തേക്ക് ഇത് സ്റ്റോറേജ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കും. ദ കപ്പാസിറ്റി ഓഫ് എ ബിൻ വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി നമ്പർ ഓഫ് യൂസേഴ്സ് ഫ്രീക്വൻ്റ്ലി ഓഫ് കളക്ഷൻ. അതിൻ്റെ കപ്പാസിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ നമ്പർ ഓഫ് യൂസേഴ്സ് എത്ര ഇപ്പം ഒരു ഹൗസിംഗ് ഏരിയയിലാണെങ്കിൽ അവിടെ എത്ര പേര് ആണ് അത് ഉപയോഗപ്രദമാക്കുന്നത്, അതിനനുസരിച്ചാവും ഈ ബിന്നിൻ്റെ കപ്പാസിറ്റി. അതിൻ്റെ വലിപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇനി എങ്ങനെയാണ് വേണ്ടത്? അതിൻ്റെ ഔട്ട്പുട്ട് പെർ ക്യാപിറ്റ പെർ ഡേ ഇന്ത്യയിലത്തെ കാര്യമാണ് പറയുന്നത്. എസ്റ്റിമേറ്റഡ് വരും ഫ്രം 1/10 to 1/20 ക്യൂബിക് ഫീറ്റാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. നമ്മൾ ഫസ്റ്റിലെ ആദ്യമേ നമ്മൾ പറഞ്ഞു പോയല്ലേ, ഇപ്പം പെർ ക്യാപിറ്റ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 0.25 to 2.5 കിലോഗ്രാം വരെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോരോ രാജ്യങ്ങളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ അതിൻ്റെ ഔട്ട്പുട്ട് റിഫ്യൂസ് പെർ ക്യാപിറ്റ എത്ര വരുന്നത്? അത് എസ്റ്റിമേറ്റഡ് പറയുമ്പോൾ 1/10 to 1/20 ക്യൂബിക് ഫീറ്റാണ്. അത്രയാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇനി ഒരു 5 അംഗമുള്ള ഒരു ഫാമിലിയിൽ ബിൻ ഹാവിങ് കപ്പാസിറ്റി 1/10 ഓർ 1/2 ക്യൂബിക് ഫീറ്റ്. 5 മെമ്പേഴ്സുള്ള ഒരു ഫാമിലിയിൽ വേണ്ടുന്ന ഒരു ബിന്നിൻ്റെ അളവാണ്, സ്റ്റോറേജ് ബിന്നിൻ്റെ വ്യാപ്തിയാണ് പറഞ്ഞത്. 5/10 ഓർ 1/2 ക്യൂബിക് ഫീറ്റ്, അത്രയും അളവിലുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് അല്ലെങ്കിൽ സ്റ്റോറേജ് ബിന്നാണ് ആവശ്യമുള്ളത്. ഇഫ് കളക്ഷൻ ഈസ് ഡൺ ഇൻ 3 days, എ ബിൻ ഹാവിങ് കപ്പാസിറ്റി ഓഫ് 1.5 or 2 cubic feet would be adequate. അത് 3 ദിവസത്തിലൊരിക്കലാണ് അത് സ്റ്റോറേജ് കളക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അഡിക്വേറ്റ് ആയിട്ടുള്ള അതിൻ്റെ അളവാണ് പറഞ്ഞത്. അതിൻ്റെ കപ്പാസിറ്റി 1.5 ആണ് പറയുന്നത്. 1.5 അതുപോലെ തന്നെ 2 ക്യൂബിക് ഫീറ്റ് വേണം. അപ്പോഴാണ് അത് കളക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഗാൽവനൈസ്ഡ് സ്റ്റീൽ ഡസ്റ്റ് ബിന്നിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി അടുത്തത് വരുന്നത് പേപ്പർ സാക്കാണ്.
പേപ്പർ സാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു റീസെൻ്റ് ഇന്നോവേഷനാണ്. വെസ്റ്റേൺ കൺട്രീസിലാണ് പേപ്പർ സാക്കുകൾ, പേപ്പർ കൊണ്ടുള്ള ഇപ്പോൾ ബിന്നിന് പകരം ഉപയോഗിക്കുന്നതാണ് പേപ്പർ സാക്കുകൾ. ഇനി വരുന്നത് പബ്ലിക് ബിൻസാണ്. പബ്ലിക് ബിൻസ് എങ്ങനെയാണ്? അത് ഒരുപാട് ആളുകൾ, പബ്ലിക് ബിൻസ് കാറ്റർ ഫോർ എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾസ്. ഒരുപാട് ആളുകൾ ഇപ്പം ഒരു തെരുവുകളിലും അതേപോലെ തന്നെ നിറയെ ആളുകളുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിക്കുന്നതാണ് പബ്ലിക് ബിന്നുകൾ വെക്കുന്നത്. ഈ പാർക്കുകളിലൊക്കെ കാണാറുണ്ട്, പബ്ലിക് ബിന്നുകൾ കാണാറുണ്ട്, ബസ് സ്റ്റാൻഡുകൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നു പോയി ഒരു ആളുകൾ വന്നു ചേരുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്നതാണ് പബ്ലിക് ബിൻസുകൾ. They are usually without a cover in India and kept in a concrete platform raised 2 to 3 inches above the ground level to prevent flood water entering bins. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് എന്താണെങ്കിൽ അതിന് കവറിങ് ഇല്ലാതെ ഒരു 2 മുതൽ 3 മീറ്റർ ഇഞ്ച് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഉയരത്തിലേക്ക് നിൽക്കാനുള്ള തരത്തിലാവും ഇത്തരത്തിലുള്ള പബ്ലിക് ബിൻസുകൾ ഉണ്ടാക്കുന്നത്. ഇനി അതിൻ്റെ ബിഗർ മുനിസിപ്പാലിറ്റീസ് ഇൻ ദി ബിൻ ആർ ഹാൻഡിൽ ദി emptied mechanically by lorries fitted with cans. വലിയ മുനിസിപ്പാലിറ്റികളിൽ ചെയ്യുന്നതാണ്. ബിൻസ് ആർ ഹാൻഡിൽഡ് ആൻഡ് എംപ്റ്റീഡ് മെക്കാനിക്കലി ആണ് ചെയ്യുന്നത്. ലോറിയിൽ ലോറിയിലേക്ക് അത് നമ്മൾ ഡയറക്റ്റ് മനുഷ്യർ കോണ്ടാക്റ്റ് ഇല്ലാത്ത രീതിയിൽ മെക്കാനിക്കലായിട്ടാണ് അത് എംപ്റ്റി ചെയ്യുന്നത്, അത് ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങൾ ചെയ്യുന്നത്. ഇനി അടുത്തപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി സെക്കൻഡിൽ വരുന്നത് കളക്ഷനാണ്. അത് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഡിസ്പോസൽ മെത്തേഡിലേക്ക് പോകുന്ന വഴി ആദ്യം സ്റ്റോറേജ് ചെയ്യുന്നു, പിന്നെ അത് കളക്ഷൻ ചെയ്യുന്നു. ദി മെത്തേഡ് ഓഫ് കളക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി ഫണ്ട്സ് അവൈലബിൾ. അത് ജനറലായിട്ട് എല്ലായിടത്തും ഉള്ള കാര്യങ്ങളാണ് അല്ലേ. ഫണ്ട്സ് എന്ന് പറയുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള മാൻ പവർ ഉണ്ട്, അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള വേജസ് ഉണ്ട്. അപ്പം ഇത് കളക്ഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദി ഫണ്ട്സ് അവൈലബിൾ. ഏത് തരത്തിലാണോ അത് കളക്ഷൻ ചെയ്യേണ്ടത് അതൊക്കെ ഫണ്ടിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു മെയിൻ്റനൻസും കാര്യങ്ങളും നടക്കുകയുള്ളൂ. ഹൗസ് ടു ഹൗസ് കളക്ഷൻ ഈസ് ഫാർ ഫ്രം ദി ബെസ്റ്റ് മെത്തേഡ് ഓഫ് കളക്ഷൻ റിഫ്യൂസ്. കൃത്യമായിട്ടുള്ളൊരു പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഹൗസ് ടു ഹൗസ് കളക്ഷനാണ്. ഹൗസ് ടു ഹൗസ് കളക്ഷൻ ബൈ ദി ബെസ്റ്റ് മെത്തേഡ് ഓഫ് റിഫ്യൂസ് കളക്ഷനാണ്. റിഫ്യൂസ് കളക്ഷൻ ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഹൗസ് ടു ഹൗസ് കളക്ഷൻ. People are expressed to dump the refuse in the nearest place bin, which is usually not done. The collection method normally practiced in the country need a drastic revision and improvement in the interest of better hygiene. ഈ പോയിന്റുകളൊന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ പോയിന്റുകൾ എഴുതിയിരിക്കുന്നത്. അപ്പം കളക്ഷൻ്റെ മെത്തേഡ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഹൗസ് ടു ഹൗസ് കളക്ഷനാണ്. ഓരോ വീടുകൾ തോറുമുള്ള കളക്ഷനാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇപ്പം ഈ ഒരു കമ്മിറ്റി പറയുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ ഹൈജീൻ കമ്മിറ്റി എന്ന് പറയുന്നത് 1949 എൻവയോൺമെൻറ്റ് ഹൈജീൻ കമ്മിറ്റി രൂപവൽക്കരിച്ചത്. 1949 ദി എൻവയോൺമെൻറ്റൽ ഹൈജീൻ കമ്മിറ്റി റെക്കമെൻഡഡ് ദാറ്റ് മുനിസിപ്പാലിറ്റി ആൻഡ് അതർ ലോക്കൽ ബോഡീസ് ഷുഡ് അറേഞ്ച് എ കളക്ഷൻ ഓഫ് റെഫ്യൂസ്. അത് പറയുന്നതാണ്, കമ്മിറ്റി റെക്കമെൻഡ് ചെയ്യുന്നതാണ് മുനിസിപ്പാലിറ്റികളും അതുപോലെ തന്നെ ലോക്കൽ ബോഡീസും ഇതേപോലെ തന്നെ റെഫ്യൂസ് കളക്ട് ചെയ്യാനുള്ള കളക്ഷൻ പോയിന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഹൈജീൻ കമ്മിറ്റി 1949 രൂപീകരിച്ച ഈ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ. മുനിസിപ്പാലിറ്റീസ് ആൻഡ് അതർ ലോക്കൽ ബോഡീസ് ഷുഡ് അറേഞ്ച് എ കളക്ഷൻ ഓഫ് റെഫ്യൂസ് കളക്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റ് തീർച്ചയായിട്ടും ചെയ്തിരിക്കണമെന്നാണ് കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് കളക്ഷനിൽ വേണ്ടത്. അതിൽ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ക്വസ്റ്റ്യനാണ് ഹൗസ് ടു ഹൗസ് കളക്ഷൻ ആണ് ഏറ്റവും ബെസ്റ്റ് മെത്തേഡായിട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോറേജ് കഴിഞ്ഞു. ഈ പോയിന്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകണേ. ദർ ഇസ് എ വൈഡ് വെറൈറ്റി ഓഫ് റിഫ്യൂസ് കളക്ഷൻ വെഹിക്കിൾ ഇൻ ഷേപ്പ് ആൻഡ് സൈസ്. ജനറലായിട്ടുള്ള പോയിന്റുകളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റോറേജ് ചെയ്തു, കൃത്യമായിട്ട് സ്റ്റോറേജ് ചെയ്തു, പിന്നെ അത് കളക്ഷൻ ചെയ്തു. ഇനി എന്താ വരുന്നത്? ഇനിയാണ് നമുക്ക് ഈ ഡിസ്പോസലിൻ്റെ മെത്തേഡുകൾ ചെയ്യേണ്ടത്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് റിഫ്യൂസ് ഡിസ്പോസൽ ചെയ്യുന്നത്. അപ്പം ഓരോ ടെക്നിക്കുകളും ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അനുയോജ്യമായിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. നമുക്ക് ബേസിക്കായിട്ടുള്ള പ്രധാനമായിട്ടുള്ള മെത്തേഡുകൾ വരുന്നത് ഡംപിങ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺട്രോൾഡ് ടിപ്പിംഗ്, അതിന് പറയുന്നതാണ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് വരുന്നുണ്ട്, ഇൻസനറേഷൻ വരുന്നുണ്ട്, കമ്പോസ്റ്റിംഗ് വരുന്നുണ്ട്, മാനുവർ പിറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബെറിയൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് ഓരോ പോയിന്റുകളും എന്താണെന്ന്
പഠിച്ചു പോകും. ഫസ്റ്റ് പോയിന്റ് വരുന്നത് ഡംപിംഗ് ആണ്. എന്താണ് ഡംപിംഗ് എന്ന് പറയുന്ന മെത്തേഡിനകത്ത്, വേസ്റ്റ് ഡിസ്പോസിബിളിൻ്റെ ഡംപിംഗ് മെത്തേഡിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഡംപിംഗ് മെത്തേഡിൽ റെഫ്യൂസ് ഈസ് ഡംപ്ഡ് ഇൻ ലോ ലേയിങ് areas partially as a method of reclamation of land, but mainly as an easy method of disposal of dry refuse. അപ്പം അതിൽ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഈസി മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഓഫ് ഡ്രൈ റെഫ്യൂസ്. ഡ്രൈ റെഫ്യൂസ് ഡിസ്പോസൽ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഡംപിംഗ് എന്ന് പറയുന്നത്. ഡംപിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചരിവുള്ള പ്രദേശങ്ങളിൽ റെഫ്യൂസ് ഈസ് ഡംപ്ഡ് ലോ ലേയിങ് ഏരിയാസ്, താഴ്ന്ന പ്രദേശങ്ങളിലും അതേപോലെ തന്നെ ചരിവുള്ള പ്രദേശങ്ങളിലും ഈ വേസ്റ്റ് മെറ്റീരിയൽസ് ഡംപ് ചെയ്യുന്നതിനാണ് നമുക്ക് ഡംപിംഗ് എന്ന മെത്തേഡിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ പറയുന്നത്, ഈസി മെത്തേഡാണ് ഡ്രൈ റെഫ്യൂസ് ഡിസ്പോസൽ ചെയ്യുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഡംപിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്, പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് പോവുക. ഇനി അതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നോക്കാം. ആസ് എ റിസൾട്ട് ബാക്ടീരിയൽ ആക്ഷൻ റെഫ്യൂസ് ഡിക്രീസ്ഡ് കൺസിഡറബിളി ഇൻ വോളിയം ആൻഡ് കവേർഡ് ഗ്രാജുവലി ഇൻ ടു ഹോംസ്. ഇത് നമ്മളിങ്ങനെ ഈ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഈ വേസ്റ്റ് നമുക്ക് ഡംപ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ബാക്ടീരിയൽ ആക്ഷൻ വഴി അത് മണ്ണോട് അലിഞ്ഞ് ഇല്ലാതായി പോകും. അങ്ങനെയാണ് ഡംപിംഗ് മെത്തേഡിനകത്ത് സോളിഡ് വേസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. ഇനി WHO കമ്മിറ്റി എന്താ പറയുന്നത്, എക്സ്പെർട്ട് കമ്മിറ്റി 1900 ടൈപ്പിംഗ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, 1967 1967 ഡംപിങ്ങിനെ കുറിച്ച് പറഞ്ഞതാണ്. എ മോസ്റ്റ് ഇൻസാനിറ്ററി മെത്തേഡ് ദാറ്റ് ക്രിയേറ്റ് പബ്ലിക് ഹെൽത്ത് ഹസാർഡ്സ് ആൻഡ് ന്യൂസൻസ് ആൻഡ് സിവിയർ പൊല്യൂഷൻ ഓഫ് ദി എൻവയോൺമെൻറ്റ്. നമുക്കറിയാമല്ലേ, ഇപ്പോൾ ഈ താഴ്ന്ന സ്ഥലങ്ങളിലാണെങ്കിലും ഈ ഇത്തരം വേസ്റ്റുകൾ നമ്മൾ ഓപ്പണായിട്ട് കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അവിടെ ഒരു ഹെൽത്ത് ഹസാർഡിന് സാധ്യതയുണ്ട്. ഇൻസ്റ്റൻ്റ്ലി മെത്തേഡ് ദാറ്റ് ക്രിയേറ്റ് പബ്ലിക് ഹെൽത്ത് ഹസാർഡ്, ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ന്യൂസൻസ് ഉണ്ടാകുന്നുണ്ട്. ന്യൂസൻസ് പറയുമ്പോൾ അത് ഈ പക്ഷിമൃഗാദികൾ അത് കുത്തിവലിച്ച് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകളും മറ്റു തരത്തിലൊക്കെ കണ്ടാമിനേഷനുള്ള സാധ്യതയുണ്ട്. ആൻഡ് സിവിയർ പൊല്യൂഷൻ ഓഫ് എൻവയോൺമെൻറ്റ്, പരിസരം തന്നെ എൻവയോൺമെൻറ്റ് തന്നെ പൊല്യൂഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഡംപിംഗ് മെത്തേഡിനെ കുറിച്ച് WHO എക്സ്പെർട്ട് കമ്മിറ്റി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതൊരു ഹെൽത്ത് ഹസാർഡ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്, ന്യൂസൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ പൊല്യൂഷനും കാര്യങ്ങളും ഉണ്ടാവും. അപ്പം ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഡ്രൈ റെഫ്യൂസ് ഡിസ്പോസിബിൾ ചെയ്യുന്നതിൻ്റെ സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഡംപിംഗ് എന്ന് പറയുന്നത്, ഫസ്റ്റ് മെത്തേഡായിട്ട് വരുന്നത്. ഓക്കെ, ഇനി അതിൻ്റെ ഡ്രോബാക്ക് എന്താണെന്ന് നോക്കാം. ഇല്ല, അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു ഓപ്പണായിട്ട് കൊണ്ടുവിടുമ്പോഴുള്ള അതിൻ്റെ പ്രശ്നങ്ങൾ. ഇനി അതിൻ്റെ ഡ്രോബാക്കുകൾ എന്താണെന്ന് നോക്കാം. റെഫ്യൂസ് ഈസ് എക്സ്പോസ്ഡ് ടു ഫ്ലൈസ് ആൻഡ് റോഡൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അത് നമ്മൾ ഇപ്പോൾ ഓപ്പണായിട്ട് ഇപ്പം ലോ ലൈങ് ഏരിയാസിലൊക്കെ റെഫ്യൂസ് കൊണ്ട് ഡംപ് ചെയ്യുമ്പോൾ അത് ഫ്ലൈസും അതുപോലെ തന്നെ റോഡൻസിനൊക്കെ അത് കൂടുതൽ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് എ സോഴ്സ് ഓഫ് ന്യൂസൻസ് ഫ്രം ദി സ്മെൽ ആൻഡ് അൺസൈറ്റ്ലി അപ്പിയറൻസ്. അത് സ്മെല്ല്, ഒരു ബാഡ് സ്മെല്ലുണ്ടാവും, അതുപോലെ തന്നെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ ഉണ്ടാക്കുന്നത്. ദി ലൂസ് റെഫ്യൂസ് ഈസ് ഡിസ്പേഴ്സ്ഡ് ബൈ ദി ആക്ഷൻ ഓഫ് വിൻഡ്. കാറ്റിലൂടെ ഇപ്പം ലൂസായി കിടക്കുന്ന എന്തെങ്കിലും പദാർത്ഥങ്ങൾ, ഇപ്പം അങ്ങനെ കാറ്റിലൂടെ പറന്നു പോകാൻ സാധ്യതയുള്ള പദാർത്ഥങ്ങളൊക്കെ ഈ കാറ്റിൽ പറന്നു പോയിട്ട് അത് മറ്റുള്ള തലങ്ങളിലേക്കും അത് ന്യൂസൻസ് ആവാൻ സാധ്യതയുണ്ട്. ഡ്രൈനേജ് ഓഫ് ഡംപ് കോൺട്രിബ്യൂട്ട് ടു ദി പൊല്യൂഷൻ ഓഫ് സർഫസ് ആൻഡ് ഗ്രൗണ്ട് വാട്ടർ. തീർച്ചയായിട്ടും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. വാട്ടർ സോഴ്സുകൾ കണ്ടാമിനേഷൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് ഡംപിങ്ങിൻ്റെ ഡ്രോബാക്കായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഡംപിങ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് വരുന്നത് കൺട്രോൾഡ് ടിപ്പിംഗ്. അതിന് പറയുന്നതാണ് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്ന മെത്തേഡ്. എന്താണെന്ന് നോക്കാം. കൺട്രോൾഡ് ടിപ്പിങ്ങിനകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? കൺട്രോൾഡ് ടിപ്പിംഗ് ഓർ സാനിറ്ററി ലാൻഡ് ഫിൽ ഈസ് ദി മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസിബിൾ വെർ സ്യൂട്ടബിൾ ലാൻഡ് ഈസ് അവൈലബിൾ. അപ്പോൾ മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ എന്ന് പറഞ്ഞാൽ എന്താ ഉത്തരം? ഏറ്റവും സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള റെഫ്യൂസ് ഡിസ്പോസലാണ് കൺട്രോൾഡ് ടിപ്പിംഗ് അഥവാ സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കണം. മോസ്റ്റ് സാറ്റിസ്ഫാക്ടറി മെത്തേഡ് ഓഫ് റെഫ്യൂസ് ഡിസ്പോസിബിൾ ഈസ് കൺട്രോൾഡ് ടിപ്പിംഗ്. അതിന് മറ്റൊരു പേര് പറയുന്നത് സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുമ്പോൾ. അതിനെന്ത് വേണം? ഇവർ ദി സ്യൂട്ടബിൾ ലാൻഡ് ഈസ് അവൈലബിൾ. അതിന് കറക്റ്റായിട്ടുള്ള അതിന് യോജിക്കുന്ന സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു മെത്തേഡ് വിജയകരമായിട്ട് നടക്കുകയുള്ളൂ. ഓക്കെ,
It is different from the ordinary dumping in that the materials are placed in a trench or a prepared area adequately compacted when covered with the earth and end of the working day. എന്താണ് ചെയ്യുന്നത്? ഇപ്പം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ഡംപിങ് എന്താണെന്ന് പഠിച്ചു അല്ലേ? നമ്മളിപ്പോൾ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഈ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതാണ് ഡംപിങ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് നമ്മൾ കൺട്രോൾഡ് ടിപ്പിംഗ് അതുപോലെ തന്നെ സാനിറ്ററി ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. അത് നമ്മളിപ്പോൾ ഈ അവശിഷ്ട പദാർത്ഥങ്ങൾ നമ്മൾ ഡംപിങ് തന്നെ ചെയ്യുന്നത്, ഈ ഡംപിങ് ചെയ്തതിന് ശേഷം ആൻഡ് കവേർഡ് വിത്ത് എർത്ത് ആൻഡ് ദി എൻഡ് ഓഫ് വർക്കിംഗ് ഡേ, ആ ദിവസത്തെ വർക്ക് കഴിഞ്ഞാൽ ആ ദിവസം നമ്മൾ എത്രത്തോളമാണ് നമ്മൾ ആ മാലിന്യങ്ങൾ അവിടെ ഡംപ് ചെയ്യുന്നത്, ആ സ്ഥലത്ത് പിന്നീട് എന്ത് ചെയ്യും, ആ എല്ലാം ചെയ്തതിന് ശേഷം ആ ദിവസത്തിൻ്റെ അവസാന സമയത്ത്, വർക്കിൻ്റെ അവസാന സമയത്ത് അത് മണ്ണ് വെച്ച് മൂടിയിടും, കവർ ചെയ്തിടും. അതെന്താണ്, ആ ഡയറക്റ്റ് എക്സ്പോഷർ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് മണ്ണ് വെച്ച് അത് ഫില്ല് ചെയ്യും, മൂടിയിടും. ആ മാലിന്യങ്ങളൊന്നും പുറത്തേക്ക് കാണാത്ത രീതിയിൽ അത് മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യും. അതാണ് ഈ സാനിറ്ററി ലാൻഡ് ഫില്ലിനകത്ത് അല്ലെങ്കിൽ കൺട്രോൾഡ് ടിപ്പിംഗ് എന്ന മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, ദി ടേം മോഡിഫൈഡ് sanitary landfill has been applied to those operations where compaction and covering the accomplished once or twice a week. സാനിറ്ററി ലാൻഡ് ചെയ്യുന്നതാണ്. നമ്മൾ ഫസ്റ്റിലെ പഠിച്ചു, ആ വർക്കിങ്ങിൻ്റെ എൻഡ് ഓഫ് ദി വർക്കിംഗ് ഡേ ആണ് അത് ഫില്ല് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഒരു മോഡിഫൈഡ് സാനിറ്ററി ലാൻഡ് ഫില്ലിംഗ് പറയുമ്പോൾ എന്താ പറയുന്നത്, ഇറ്റ് ഹാസ് ബീൻ അപ്ലൈഡ് ദോസ് ഓപ്പറേഷൻ വെർ കോമ്പാക്ഷൻ ആൻഡ് കവറിങ് ആർ അക്കംപ്ലിഷ്ഡ് വൺസ് ഓർ ട്വൈസ് എ വീക്ക്. ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ ഇത്തരത്തിലുള്ള മെത്തേഡ് ചെയ്യും. കാരണം എന്താണ്, നമ്മളത് വേസ്റ്റ് ഡംപ് ചെയ്യുന്നു, അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നു, അത് കവർ ചെയ്യുന്നു, മണ്ണിട്ട് കവർ ചെയ്യുന്നു, വീണ്ടും ചെയ്യുന്നു. അതേപോലെ തന്നെ അത് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ 2 തവണയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇനി അതിനകത്ത് തന്നെ നമുക്ക് 3 തരത്തിലാണ് കൺട്രോൾ ടിപ്പിംഗ് സാനിറ്ററി ലാൻഡ് ഫില്ലിൽ ചെയ്യുന്നത്. അതിൽ നമുക്ക് 3 തരത്തിൽ പഠിക്കേണ്ടത് ഒന്ന് മെത്തേഡുകൾ, ട്രഞ്ച് മെത്തേഡുണ്ട്, റാമ്പ് മെത്തേഡുണ്ട്, അതേപോലെ തന്നെ ഏരിയ മെത്തേഡുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്ന ട്രഞ്ച് മെത്തേഡ് എന്താണെന്ന് നോക്കാം. കൺട്രോൾഡ് ടിപ്പിങ്ങിനകത്ത് വരുന്ന ട്രഞ്ച് മെത്തേഡ് എന്താണെന്ന് നോക്കാം. അപ്പം ട്രഞ്ച് മെത്തേഡിനകത്ത് ഇത് പറയുന്നതെല്ലാം ഒന്ന് കൃത്യമായിട്ട് മനസ്സിൽ കണ്ടു വേണം അത് മനസ്സിലാക്കാൻ. അപ്പോൾ നമ്മൾ സാനിറ്ററി ലാൻഡ് ഫില്ല് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മൾ വേസ്റ്റ് ഇട്ടതിന് ശേഷം അതിന് മുകളിൽ നമ്മൾ മണ്ണ് കൊണ്ട് കവർ ചെയ്യുന്നു. അത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 തവണ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ട്രഞ്ച് മെത്തേഡിലേക്ക് വരുമ്പോൾ അതിൻ്റെ തന്നെ ഇതാണ് ട്രഞ്ച് മെത്തേഡ്. ആ സാനിറ്ററി ലാൻഡ് ഫില്ല് ചെയ്യുമ്പോൾ വെറുതെ ലെവൽ ഗ്രൗണ്ട് അവൈലബിൾ, ഒരു ഗ്രൗണ്ട് ഒരുക്കുന്ന രീതിയാണ്. എ ട്രഞ്ച് ഈസ് ഡഗ്ഡ് ഔട്ട്, ഒരു ട്രഞ്ച് ഉണ്ടാക്കുന്നു. എത്രയാണ് അതിൻ്റെ മെഷർമെൻറ്റ് വരുന്നത്, 2 to 3 മീറ്ററാണ്. ട്രഞ്ച് മെത്തേഡിലെ ട്രഞ്ചിൻ്റെ മെഷർമെൻറ്റാണ്, അതിൻ്റെ ഡീപ്പാണ് പറയുന്നത് 2 to 3 മീറ്റർ ഡീപ്പ്, 2 മുതൽ 3 മീറ്റർ ആഴത്തിൽ. അതിന് ഫീറ്റിൽ പറയുമ്പോൾ 6 to 10 ഫീറ്റാണ് പറയുന്നത്. ആൻഡ് 4 to 12 മീറ്റർ വൈഡ്, 4 മുതൽ 12 മീറ്റർ വൈഡും. അതേപോലെ തന്നെ ഡിപ്പെൻഡിങ് അപ്പോൺ ലോക്കൽ കണ്ടീഷൻ, നമ്മൾ അതിൻ്റെ സാഹചര്യം അനുസരിച്ചാണ് ഇത്രയും ഇതായിട്ടുണ്ട്. ദി റെഫ്യൂസ് ഈസ് കോമ്പാക്റ്റഡ് ആൻഡ് കവേർഡ് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 മുതൽ 3 മീറ്റർ ആഴത്തിലും 4 മുതൽ 12 മീറ്റർ വൈഡിലും ഒരു ട്രഞ്ച് രൂപീകരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൽ നിന്ന് ആ ട്രഞ്ച് രൂപീകരിക്കുമ്പോൾ എന്താകും, അതിൽ നിന്നുള്ള മണ്ണെല്ലാം നീക്കം ചെയ്ത് ആ മണ്ണ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ റെഫ്യൂസ് കവർ ചെയ്യുന്നത്. ഈ റെഫ്യൂസ് ഈസ് കോമ്പാക്റ്റഡ് ആൻഡ് കവേർഡ് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത്. നമ്മൾ അവിടെ നിന്ന് ആ ട്രഞ്ച് രൂപീകരിക്കാൻ നമ്മൾ എക്സ്കവേറ്റ് ചെയ്യുന്നത്, അവിടെ നിന്ന് എടുക്കുന്ന മണ്ണ് കൊണ്ട് തന്നെയാണ് ഈ റെഫ്യൂസ് കവർ ചെയ്യുന്നത്. റെഫ്യൂസ് ഈസ് പ്ലേസ്ഡ് ഇൻ ദി ഫിൽ ടു എ ഡെപ്ത് ഓഫ് 2 മീറ്റർ. 2 മീറ്ററിലാണ് റെഫ്യൂസ് അതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത്. 2 മീറ്റർ ഡെപ്തിൽ റെഫ്യൂസ് ഇട്ട് അത് വീണ്ടും മണ്ണ് കൊണ്ട് ഫില്ല് ചെയ്യുന്നു. ഈ ടെക്നിക്കാണ് നമ്മൾ ട്രഞ്ച് മെത്തേഡിനകത്ത് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത് വരുന്ന റാമ്പ് മെത്തേഡാണ്. ദിസ് മെത്തേഡ് ഈസ് വെൽ സ്യൂട്ടഡ് വെർ ദി ടെറൈൻ ഈസ് മോഡറേറ്റ്ലി സ്ലോപ്പിംഗ്. റാമ്പ് മെത്തേഡ് പറയുമ്പോൾ എന്താണ്, സ്ലോപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന മെത്തേഡാണ്. സ്ലോപ്പായിട്ടുള്ള ടെറൈനുകളാണ്, ഭൂപ്രകൃതി സ്ലോപ്പായിട്ട് വരുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നതാണ് റാമ്പ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഏരിയ മെത്തേഡിൽ എന്താണ് ചെയ്യുന്നത്, ദിസ് മെത്തേഡ് ഈസ് യൂഷ്വലി
used filling land depression, discussed quarries and disused quarries and clay pits. അതിനകത്ത് ആ ഏരിയ മെത്തേഡിനകത്ത് പറയുന്നത് ഇപ്പം ഉപയോഗശൂന്യമായിട്ടുള്ള കോറികളിലും അതുപോലെ തന്നെ മണ്ണെടുത്ത വലിയ പിറ്റുകളുണ്ടാവും, അതിലാണ് ഈ ഏരിയ മെത്തേഡ് ചെയ്യുന്നത്. റെഫ്യൂസ് ഈസ് ഡിസ്പോസ്ഡ് പാക്ക്ഡ് ആൻഡ് കൺസോളിഡേറ്റഡ് ഇൻ യൂണിഫോം ലെയേഴ്സ് 2 to 5 മീറ്റർ. എങ്ങനെയാണ് പറയുന്നത്? 2 മുതൽ 2 to 2.5 മീറ്റർ ഡെപ്തിൽ, ഈ ഡീപ്പിൽ നമ്മൾ ഇത്തരത്തിലുള്ള പിറ്റുകളിൽ ഈ നമ്മൾ റെഫ്യൂസ് പാക്ക് ചെയ്യുന്നു. 2 മുതൽ 2.5 മീറ്റർ ഡീപ്പിൽ പാക്ക് ചെയ്യുന്നു. ഈച്ച് ലെവർ ഈ സീൽഡ് ഓൺ ഇറ്റ്സ് എക്സ്പോസ്ഡ് സർഫസ് വിത്ത് ആൻ മഡ് കവർ അറ്റ്ലീസ്റ്റ് 30 സെൻറ്റിമീറ്റർ തിക്ക്. അപ്പോൾ 2 മുതൽ 2.5 മീറ്റർ ഡീപ്പിൽ റെഫ്യൂസ് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ 30 സെൻറ്റിമീറ്റർ തിക്കിൽ നമ്മൾ മണ്ണ് കൊണ്ട് അല്ലെങ്കിൽ മഡ് കൊണ്ട് കവർ ചെയ്യുന്നു. ഇതാണ് നമ്മൾ ഏരിയ മെത്തേഡിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഏരിയ മെത്തേഡ് എന്താണെന്ന് നമ്മൾ ആദ്യമേ പഠിച്ചു. അപ്പം ഉപയോഗശൂന്യമായിട്ടുള്ള കോറികളിലും അതുപോലെ തന്നെ ക്ലൈപ്പിറ്റുകളിലൊക്കെയാണ് ചെയ്യുന്നത്. 2 മുതൽ 2.5 മീറ്റർ ഡെപ്തിൽ ലെയറിൽ, അങ്ങനെ ഒരു ലെയറിൽ ഈ റെഫ്യൂസ് ഫില്ല് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ 30 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ മഡ് കവർ ചെയ്യുന്നു. സച്ച് എ സീലിംഗ് പ്രിവെൻറ്റ് ദി ഇൻഫെസ്റ്റേഷൻ ബൈ ഫ്ലൈസ് ആൻഡ് റോഡൻസ്. അത് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ ഇങ്ങനെ ഈ മണ്ണ് കൊണ്ട് കവർ ചെയ്യുന്നത് എന്തിനാണെങ്കിൽ അത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എക്സ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലൈസും റോഡൻസും മറ്റ് ഇതൊക്കെ അതിനകത്തേക്ക് നുഴഞ്ഞു കയറാനും നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ദിസ് മെത്തേഡ് ഓഫൺ ദി ഡിസ്അഡ്വാൻറ്റേജ് ഫോർ റിക്വയറിങ് സപ്ലിമെൻറ്റ് എർത്ത് ഫ്രം ഔട്ട്സൈഡ് സോഴ്സസ്. അതുപോലെ തന്നെ നമുക്കത് ഈ ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാമല്ലോ, നമുക്ക് ഓരോന്നിനും ഒരു പോരായ്മകളുണ്ടാവും. ഓഫൺ ഡിസ്അഡ്വാൻറ്റേജ് ഇപ്പോൾ റിക്വയറിങ് സപ്ലിമെൻ്റൽ എർത്ത് ഓഫ് ഔട്ട്സൈഡ് സോഴ്സ്. പുറം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള സ്ഥലങ്ങളും സാഹചര്യങ്ങളും ഇല്ലാതെ ലഭ്യമാകാതിരിക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. ഇനി അതിന് വരുന്ന കെമിക്കൽ, ബയോളജിക്കൽ, ഫിസിക്കൽ ചേഞ്ചസ് ആണ് പറയുന്നത്. അതിനകത്ത് കിടന്നാൽ കെമിക്കൽ, ബയോളജിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ചസ് ഒക്കർ ഇൻ ബറീഡ് റെഫ്യൂസ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഒരു മനസ്സിലായില്ലേ, ഇപ്പോൾ റെഫ്യൂസ് ഇട്ടതിന് ശേഷം അതുകൊണ്ട് മണ്ണ് കൊണ്ട് അത് നന്നായിട്ട് കവർ ചെയ്യുന്നു, മഡ് കൊണ്ട് കവർ ചെയ്യുന്നു. അപ്പോൾ അതിനകത്തേക്ക് അതിനുള്ളിൽ വരുന്ന കെമിക്കൽ, ബയോളജിക്കൽ, അതുപോലെ തന്നെ ഫിസിക്കൽ ചേഞ്ചുകളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടാവും. ടെമ്പറേച്ചർ കൂടാൻ സാധ്യതയുണ്ട്. ടെമ്പറേച്ചർ റൈസസ് എത്രയാണ്? 60 ഡിഗ്രി സെൻറ്റിഗ്രേഡാണ് ടെമ്പറേച്ചർ കൂടുന്നത് 7 ദിവസത്തിനുള്ളിൽ. അതിനകത്ത് അങ്ങനെ ടെമ്പറേച്ചർ കൂടുമ്പോൾ ആൻഡ് കിൽസ് ദി പാത്തോജനിക് ആൻഡ് ഹാസ്റ്റൻ ദി ഡികമ്പോസിഷൻ പ്രോസസ്സ്. ആ ടെമ്പറേച്ചർ കൂടുന്നത് വഴി അവിടെ ഒരു ഡികമ്പോസിഷൻ പ്രോസസ്സ് നടക്കും. അത് എത്ര ദിവസമാണ് വരുന്നത്? ഇറ്റ് ടേക്ക് 2 to 3 വീക്സ് ഓൺ കൂൾ ഡൗൺ. 2 മുതൽ 3 ആഴ്ച വരെയാണ് അത്. പിന്നീട് അത് ഈ ടെമ്പറേച്ചർ, ഇപ്പോൾ നമ്മൾ 60 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുമെന്ന് പറഞ്ഞില്ലേ 7 ദിവസത്തിനകത്ത്, പിന്നെ അത് തണുത്ത് ആ ടെമ്പറേച്ചർ കുറഞ്ഞത് കൂളാവാൻ 2 മുതൽ 3 ആഴ്ച സമയം കൊണ്ടാണ് അത് കൂളാവുന്നത്. ഇനി എങ്ങനെയാണ് ഇത്? നോർമലി ഇറ്റ് ടേക്ക് 4 to 6 months ഫോർ കംപ്ലീറ്റ് ഡികമ്പോസിഷൻ. അത് 4 മുതൽ 6 മാസം എടുക്കും അത് കംപ്ലീറ്റ് ആയിട്ട് ഡികമ്പോസിഷൻ നടക്കാൻ ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ ടു ദി ഇനോക്കോഷ്യസ് മാസ്. ആ മെത്തേഡിനകത്ത് 4 മുതൽ 6 മാസമാണ് നമ്മൾ ഏരിയ മെത്തേഡിനകത്ത് നമ്മൾ ഫില്ല് ചെയ്ത് മണ്ണ് കൊണ്ട് കവർ ചെയ്തിരിക്കുന്ന ആ പദാർത്ഥങ്ങൾ കംപ്ലീറ്റ് ഡികമ്പോസിഷൻ ആവാൻ 4 മുതൽ 6 മാസം സമയമെടുക്കും. ഓക്കെ. ദി ബുൾഡോസർ ആക്ച്വലി ദി ടേക്കിംഗ് ദി സ്പ്രെഡിങ്, ട്രിമ്മിങ് ആൻഡ് സെപ്പറേറ്റിംഗ് ടു സോയിൽ. ബുൾഡോസറുകൾ കൊണ്ടാണ് ഇപ്പം വലിയ തോതിലാണ് ഇത് ഡിസ്പോസ് ചെയ്യുന്നത്. ബുൾഡോസറുകൾ വഴി കൊണ്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം 3 മെത്തേഡുകളാണ് നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് പഠിക്കാനുള്ള. കൺട്രോൾഡ് ടിപ്പിങ്ങിനകത്ത് 3 മെത്തേഡുകൾ. ട്രഞ്ച് മെത്തേഡ് എന്താണെന്ന് പഠിച്ചു, റാമ്പ് മെത്തേഡും അതുപോലെ തന്നെ ഏരിയ മെത്തേഡുകളും എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത ടെക്നിക്ക് വരുന്നത് ഇൻസിനറേഷനാണ്. ഇൻസിനറേഷൻ ടെക്നിക്കിൽ എന്താണെന്നാണ് അടുത്തത് വരുന്നത്. ഇൻസിനറേഷൻ മെത്തേഡിൽ എന്തൊക്കെയാണോ വരുന്നത് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിരന്തരമായിട്ട് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. അപ്പം അതിനകത്ത് നമുക്കിപ്പം ഇൻസിനറേഷനിൽ എന്താ ചെയ്യുന്നത്? ഡിസ്പോസിങ് ഹൈജീനിക്കലി ബൈ ബറിയിങ് ഓർ ഇൻസിനറേഷൻ. ഇറ്റ് ഈസ് ദി മെത്തേഡ് ഓഫ് ചോയ്സ് വെർ ദി സൂട്ടബിൾ ലാൻഡ് ഈസ് നോട്ട് അവൈലബിൾ.
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ട്രെഞ്ച് മെത്തേഡും ഏരിയ മെത്തേഡൊക്കെ പഠിച്ചില്ല. ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂട്ടബിൾ ആയിട്ടുള്ള സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഡംപിങ്ങും അതേപോലെ തന്നെ കൺട്രോൾഡ് ടിപ്പിങ്ങും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത്തരത്തിൽ സ്ഥലം കിട്ടാത്ത സാഹചര്യങ്ങളുള്ള സ്ഥലങ്ങളിൽ ചെയ്യുന്ന മെത്തേഡാണ് ഹൈജീനിക്കലായിട്ട് വേസ്റ്റ് ഡിസ്പോസൽ ചെയ്യുന്ന മെത്തേഡാണ് ഇൻസിനറേഷൻ എന്ന് പറയുന്നത്. മെയിനായിട്ട് ചെയ്യുന്നത് ഹോസ്പിറ്റൽ റിഫ്യൂസ് ആണ്. ഹോസ്പിറ്റൽ റിഫ്യൂസ് വിച്ച് ഈസ് പർട്ടിക്കുലർലി ഡേഞ്ചറസ് ഈസ് ബെസ്റ്റ് ഡിസ്പോസ് ബൈ ഇൻസിനറേഷൻ. പരീക്ഷയ്ക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നൊരു ചോദ്യമാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ട മെത്തേഡ്. അതിൻ്റെ ആൻസറാണ് ഇൻസിനറേഷൻ മെത്തേഡിലാണ് ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പം ബെസ്റ്റ് മെത്തേഡ് ഫോർ ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ വരുന്നത് ഇൻസിനറേഷനാണ്. ഇൻസിനറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈജീനിക്കലി ബറിയിങ് ആണ്. നമ്മൾ ഡിസ്പോസിങ് ഹൈജീനിക്കലി ബൈ ബറിയിങ് ആണ്. ഓർ ഇൻസിനറേഷൻ. നമുക്ക് ഇൻസിനറേറ്ററുകൾ നമ്മൾ ആശുപത്രികളിൽ നമുക്ക് പോയാൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഒരു വലിയൊരു കുഴലൊക്കെ ആയിട്ട് ഈ വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ കത്തിച്ച് കളയാൻ ഉപയോഗിക്കുന്നത്. അതാണ് ചെയ്യുന്നത്, കത്തിച്ച് കളയാണ് ചെയ്യുന്നത്. അത് അതിൻ്റെ ഒരു ഹൈജീനിക്കലായിട്ടുള്ള അതിൻ്റെ ക്രൈറ്റീരിയകളൊക്കെ നോക്കിയിട്ട് ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ഇൻസിനറേഷൻ പറയുന്നത്. അപ്പം ബെസ്റ്റ് മെത്തേഡ് ഫോർ ഡിസ്പോസൽ ഓഫ് ഹോസ്പിറ്റൽ റിഫ്യൂസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ വേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം ഇൻസിനറേഷനാണ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ. പ്രിലിമിനറി സെപ്പറേഷൻ ഓഫ് ഡസ്റ്റ് ഓർ ആഷ് ഈസ് നീഡഡ്. കൃത്യമായിട്ട് അത് സെപ്പറേറ്റ് ചെയ്യണം. എല്ലാം കൂടെ ഇട്ട് കത്തിക്കുകയല്ല ചെയ്യേണ്ടത്. നമുക്ക് അതിൽ നിന്നുള്ള ആ ഒരു ഡസ്റ്റും അതേപോലെ തന്നെ ആഷും എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടാണ് പ്രിലിമിനറി സെപ്പറേഷൻ നടത്തണം. അത് എന്നിട്ടാണ് നമ്മൾ ഈ ഒരു ടെക്നിക്ക് ചെയ്യുന്നത്. ആൻഡ് ആൾ ദിസ് ഇൻവോൾവ്സ് heavy outlay and expenditure besides the manipulative difficulties in the incinerator. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സാധാരണയായിട്ട് നമുക്ക് ഇപ്പോൾ ഹോസ്പിറ്റൽ വേസ്റ്റുകളൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഒരു ഇത് വരുന്ന ക്വസ്റ്റ്യൻ എന്തായാലും കൃത്യമായിട്ടൊന്ന് ഓർത്ത് പോവുക. ഹോസ്പിറ്റൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ബെസ്റ്റ് മെത്തേഡാണ് ഇൻസിനറേഷൻ. ഓക്കെ. അപ്പോൾ അതിൽ ചെയ്യുന്നത് ഹൈജീനിക്കലായിട്ട് അത് കത്തിച്ച് കളയുന്നതാണ് ഇൻസിനറേറ്ററുകൾ ഉപയോഗിച്ച് അത് കത്തിച്ച് കളയുന്നതാണ് ഇൻസിനറേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ ടെക്നിക്കിൽ വരുമ്പോൾ നാലാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് കമ്പോസ്റ്റിംഗ് ആണ്. അല്ലേ? കമ്പോസ്റ്റിംഗ് എന്താണ് കമ്പോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്? കമ്പോസ്റ്റിംഗ് ഇസ് ദി മെത്തേഡ് ഓഫ് കമ്പൈൻഡ് ഡിസ്പോസൽ ഓഫ് റിഫ്യൂസ് ആൻഡ് നൈറ്റ് സോയിൽ ഓർ സ്ലഡ്ജ്. കമ്പൈനായിട്ട് ഡിസ്പോസൽ ചെയ്യുന്നതാണ് കമ്പോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് നാച്ചുറൽ whereby organic matter break down under the bacterial action, resulting in the formation of relatively stable humus like materials called compost, which has the considerable manure value for the soil. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കമ്പോസ്റ്റ് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാവില്ലേ, നമുക്ക് വളങ്ങളായിട്ട് ഉപയോഗിക്കുന്ന കമ്പോസ്റ്റ് വളങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് കമ്പോസ്റ്റ്. അപ്പോൾ അത് ആ ഒരു മെത്തേഡാണ് പറയുന്നത്. കമ്പോസ്റ്റിംഗ് എന്താണ് ചെയ്യുന്നത്? അത് റിഫ്യൂസ് പറഞ്ഞാൽ ഡ്രൈ വേസ്റ്റും അതേപോലെ തന്നെ നൈറ്റ് സോയിലും അതേപോലെ തന്നെ സ്ലഡ്ജ് ഇത്രയും കാര്യങ്ങളൊക്കെ കമ്പൈൻ ചെയ്ത് ഡിസ്പോസ് ചെയ്യുന്നതിനാണ്. അതുവഴിയാണ് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ആ കമ്പോസ്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അതിനകത്തേക്ക് ഒരു ബാക്ടീരിയൽ ആക്ഷൻ വരും. ഇത് പ്രോസസ്സിൻ്റെ നാച്ചുറൽ ബൈ ദി ഓർഗാനിക് മാറ്റർ ബ്രേക്ക് ഡൗൺ. അതിൽ വരുന്ന ഓർഗാനിക് മാറ്ററിനെ എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്തിട്ടുള്ള ആ ഒരു ബാക്ടീരിയൽ ആക്ഷനാണ് വരുന്നത്. ആ ആക്ഷൻ ബാക്ടീരിയൽ ആക്ഷൻ വഴിയാണ് നമുക്ക് സൂട്ടബിൾ ആയിട്ടുള്ള കമ്പോസ്റ്റ് നമുക്ക് ലഭ്യമാകുന്നത്. അതാണ് കമ്പോസ്റ്റിംഗ് ടെക്നിക്കിൽ വരുന്നത്. ദി പ്രിൻസിപ്പൽ ബൈ പ്രൊഡക്റ്റ് ആർ കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ ആൻഡ് ഹീറ്റ്. ഇത് അതിൻ്റെ കമ്പോസ്റ്റിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റുകളാണ് പറയുന്നത്. എന്തൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, അതേപോലെ തന്നെ വാട്ടറും ഉണ്ടാവും, അതുപോലെ തന്നെ ഹീറ്റും ഉണ്ടാവും. ഇതാണ് കമ്പോസ്റ്റിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റുകളായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അപ്പം കമ്പോസ്റ്റിങ്ങിൻ്റെ ബൈ പ്രൊഡക്റ്റുകൾ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, ഹീറ്റ്. ഇനി അതിൽ തന്നെ വരുന്ന മെത്തേഡുകളാണ് കമ്പോസ്റ്റിങ്ങിൽ ചെയ്യുന്ന മെത്തേഡുകളാണ്. രണ്ട് മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. ബാംഗ്ലൂർ മെത്തേഡ്, അനോറോബിക് മെത്തേഡ് എന്ന് പറയും ബാംഗ്ലൂർ മെത്തേഡ്. അതേപോലെ തന്നെ മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ്, അതിന് എയറോബിക് മെത്തേഡ് എന്ന് പറയുന്നത്. രണ്ട് മെത്തേഡുകളാണ് കമ്പോസ്റ്റിങ്ങിൽ ഉപയോഗിക്കുന്നത്. അപ്പം ബാംഗ്ലൂർ മെത്തേഡ് എന്താണെന്ന് നോക്കാം. അത് ആ പേരൊന്ന് ഓർത്ത് വെക്കണം. ബാംഗ്ലൂർ മെത്തേഡ് കമ്പോസ്റ്റിങ്ങിൽ വരുന്ന രണ്ട് മെത്തേഡുകളാണ് ബാംഗ്ലൂർ മെത്തേഡും അതേപോലെ തന്നെ മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് വരുന്നത്. ബാംഗ്ലൂർ മെത്തേഡിൽ എന്താ പറയുന്നത്? ട്രഞ്ചാണ് ഉപയോഗിക്കുന്നത്. ട്രഞ്ചസ് ആർ ഡൺ 90 സെൻറ്റിമീറ്റർ ഡീപ്പിൽ ഒരു ട്രഞ്ച് രൂപീകരിക്കും. അതുപോലെ തന്നെ അതിനകത്ത് 1.5 to
5 മീറ്റർ ബ്രോഡ്, ട്രഞ്ചിൻ്റെ അളവാണ് പറയുന്നത്. ആൻഡ് 4.5 to 10 മീറ്റർ ലോങ്. ഒരു ട്രഞ്ചിൻ്റെ അളവാണ് പറയുന്നത്. ബാംഗ്ലൂർ മെത്തേഡിൽ ചെയ്യുന്ന ട്രഞ്ചിൻ്റെ അളവുകളാണ് പറഞ്ഞത്. ഇങ്ങനെ ഒരു ട്രഞ്ച് രൂപീകരിച്ച് ഡിപ്പെൻഡിങ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് റെഫ്യൂസ് ആൻഡ് നൈറ്റ് സോയിൽ ടു ബി ഡിസ്പോസ്ഡ്, നമുക്ക് എത്രത്തോളമാണ് നമുക്ക് ഈ ഡിസ്പോസ് ചെയ്യേണ്ട റെഫ്യൂസിൻ്റെയും നൈറ്റ് സോയിലിൻ്റെയും അളവിനനുസരിച്ച് ട്രഞ്ച് രൂപീകരിക്കുക. നമ്മൾ കോമൺ ആയിട്ട് ഉണ്ടാക്കുന്നത് ട്രഞ്ചിൻ്റെ 90 സെൻറ്റിമീറ്റർ ഡീപ്പിലും അതേപോലെ തന്നെ 1.2 to 2 മീറ്റർ ബ്രോഡിലും അതേപോലെ 4.5 to 10 മീറ്റർ ലോങ്ങിലുമാണ് ട്രഞ്ച് രൂപീകരിക്കുന്നത്. ബാംഗ്ലൂർ മെത്തേഡിൽ ഉപയോഗിക്കുന്ന ട്രഞ്ചിൻ്റെ അളവുകളാണ് പറയുന്നത്. നമുക്ക് ഡിസ്പോസ് ചെയ്യേണ്ട വേസ്റ്റിനനുസരിച്ച് അളവുണ്ടാകും. ഇത് പിറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 800 മീറ്റർ ഫ്രം ദി സിറ്റി ലിമിറ്റർ. നമുക്ക് സിറ്റിയിൽ നിന്ന് ഇപ്പോൾ സിറ്റിക്കകത്ത് കൂടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു ഹെൽത്ത് ഹസാർഡിന് സാധ്യതയുണ്ട്. അപ്പം സിറ്റിയിൽ നിന്ന് കുറഞ്ഞത് 800 മീറ്റർ അകലമെങ്കിലും ഇത്തരത്തിലുള്ള ഡിസ്പോസൽ ഈ മെത്തേഡ് ഉപയോഗിക്കാനുള്ള ട്രഞ്ചുകളാണ്, അകലത്തിലാണ് ട്രഞ്ചുകൾ രൂപീകരിക്കുന്നത്. ഇറ്റ് ഷുഡ് ബി ലൊക്കേറ്റഡ് നോട്ട് ലെസ് ദാൻ 800 മീറ്റർ, 800 മീറ്ററിൽ കുറയാത്ത ദൂരം ഉണ്ടായിരിക്കണം സിറ്റിയിൽ നിന്ന്. ഇനി എന്താ പറയുന്നത്, ഇനി അതിൽ കമ്പോസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത്? ബാംഗ്ലൂർ മെത്തേഡിൽ കമ്പോസ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണ് നടക്കുന്നത്? ഫസ്റ്റ് ലെയർ ഓഫ് റെഫ്യൂസ് അബൌട്ട് 15 സെൻറ്റിമീറ്റർ തിക്ക് ആൻഡ് സെപ്പറേറ്റഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി ട്രഞ്ച്. എങ്ങനെയാണ് ആൻഡ് സ്പ്രെഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി 15 സെൻറ്റിമീറ്റർ തിക്കിൽ നമ്മൾ ഫസ്റ്റ് ലെയർ ഈ റെഫ്യൂസ് പരത്തിയിടും. 15 സെൻറ്റിമീറ്റർ തിക്കിലാണ് ഫസ്റ്റ് ലെയർ ഇടേണ്ടത്. ഓവർ ദിസ് നൈറ്റ് സോയിൽ ഈസ് ആഡഡ് കറസ്പോണ്ടിങ് ടു എ തിക്നെസ് ഓഫ് 5 സെൻറ്റിമീറ്റർ. അതിൻ്റെ പുറത്തുകൂടെ നൈറ്റ് സോയിൽ 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നൈറ്റ് സോയിൽ 5 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ഇഞ്ച് ആ തിക്കിൽ നൈറ്റ് സോയിൽ അതിൻ്റെ പുറത്തുകൂടെ നമ്മൾ അതിൻ്റെ പുറത്തുകൂടെ ഇടും 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ. ദെൻ ആൾട്ടർനേറ്റീവ് ലെവൽ ഓഫ് റെഫ്യൂസ് ആൻഡ് നൈറ്റ് സോയിൽ ആർ ആഡഡ് ഇൻ ദി പ്രൊപ്പോർഷൻ ഓഫ് 15 സെൻറ്റിമീറ്റർ. ഇതേപോലെ തന്നെ ഇപ്പോൾ ഒരു ലെയർ ഫസ്റ്റ് ലെയർ 15 സെൻറ്റിമീറ്ററിൽ നമ്മൾ റെഫ്യൂസ് ഫില്ല് ചെയ്തു, സ്പ്രെഡ് ചെയ്തിട്ടു. അതിൻ്റെ പുറത്തുകൂടെ 5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നൈറ്റ് സോയിൽ ഇട്ടു. ഇതേപോലെ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഓരോ ലെയറുകളും ഫില്ല് ചെയ്തിട്ട് ദി പ്രൊപ്പോർഷൻ ഓഫ് 15 സെൻറ്റിമീറ്റർ ആൻഡ് 5 സെൻറ്റിമീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സെൻറ്റിമീറ്റർ റെഫ്യൂസ് ഇടുന്നു, 15 സെൻറ്റിമീറ്റർ നൈറ്റ് സോയിൽ ഫില്ല് ചെയ്യുന്നു. അതിൻ്റെ പുറത്തുകൂടെ 5 സെൻറ്റിമീറ്റർ നൈറ്റ് സോയിൽ ഫില്ല് ചെയ്യുന്നു. അപ്പോൾ റെഫ്യൂസും നൈറ്റ് സോയിലും 15-5 എന്ന അനുപാതത്തിൽ ഫില്ല് ചെയ്ത് ടിൽ ദി ഹീപ്പ് റൈസ് ടു 30 സെൻറ്റിമീറ്റർ എബോവ് ദി ഗ്രൗണ്ട് ലെവൽ. എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഗ്രൗണ്ട് ലെവലിൻ്റെ ടിൽ ദി ഹീപ്പ് റൈസ് ടു 30 സെൻറ്റിമീറ്റർ, ഒരടി ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്താവുന്ന രീതിയിൽ ഒരടി വരെ അത് ഫില്ല് ചെയ്തിരിക്കുന്നു. ദി ടോപ്പ് ലെയർ ഷുഡ് ബി റെഫ്യൂസ് അറ്റ്ലീസ്റ്റ് 25 സെൻറ്റിമീറ്റർ തിക്നെസ്. അപ്പം ഏറ്റവും മുകളിൽ വരുന്നത് റെഫ്യൂസാണ് വരേണ്ടത്. ആ റെഫ്യൂസിൻ്റെ അളവ് 25 സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും ടോപ്പ് ലെവൽ വരേണ്ടത്. റെഫ്യൂസിൻ്റെ അളവ് അതിൻ്റെ തിക്നെസ്സിൻ്റെ അളവ് പറയുന്നത് 25 സെൻറ്റിമീറ്റർ ആണ്. ദെൻ ദി ഹീപ്പ് ഈസ് കവേർഡ് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പിറ്റിൽ 1 അടി 30 സെൻറ്റിമീറ്റർ 30 സെൻറ്റിമീറ്റർ ഗ്രൗണ്ട് ലെവലിൽ വരെ നമ്മൾ ഈ ഇങ്ങനെ ആൾട്ടർനേറ്റീവ് ആയിട്ട് ലെയറിൽ നൈറ്റ് സോയിലും റെഫ്യൂസും ഫില്ല് ചെയ്യുന്നു. ഇനി അതിന് ശേഷം ഏറ്റവും ടോപ്പിൽ വരുന്ന 25 സെൻറ്റിമീറ്ററിൽ റെഫ്യൂസിന് ശേഷം എന്ത് ചെയ്യുന്നു, ദെൻ ദി ഹീപ്പ് ഈസ് കവേർഡ് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത്. നമ്മൾ ആ ട്രഞ്ച് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ആ എക്സ്കവേറ്റ് ചെയ്തിരിക്കുന്ന ആ മണ്ണ് തന്നെ ഉപയോഗിച്ച് ആ ട്രഞ്ച് കവർ ചെയ്യുന്നു. ദി ഹീപ്പ് ഈസ് കവേർഡ് വിത്ത് എക്സ്കവേറ്റഡ് എർത്ത്. ഇഫ് പ്രോപ്പർലി ലെയർഡ് എ മാൻസ് ലെഗ് വിൽ നോട്ട് സിങ്ക് വെൻ വാക്കിംഗ് ഓവർ ദി കമ്പോസ്റ്റ് മാസ്. അതിൻ്റെ പ്രോപ്പറായിട്ട് ചെയ്യുമ്പോൾ എന്താ പറയുന്നത്, ഇപ്പം അത് കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ കാല് അതിൽ കൂടെ ചവിട്ടി നടക്കുമ്പോൾ കാല് താഴ്ന്നു പോകാത്ത രീതിയിൽ വേണം അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണ് ബാംഗ്ലൂർ മെത്തേഡിൽ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളുണ്ട്. മെത്തേഡ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. അളവുകളും അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ കമ്പോസ്റ്റിങ്ങിൻ്റെ 2 മെത്തേഡുകളാണ് അതിൽ ഈ ബാംഗ്ലൂർ മെത്തേഡ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പം മെത്തേഡ് എന്താണെന്നാണ് പഠിപ്പിച്ചത്. അതിൽ എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്,
15 സെൻറ്റിമീറ്റർ റെഫ്യൂസും അതേപോലെ തന്നെ 15 സെൻറ്റിമീറ്റർ തിക്കിൽ റെഫ്യൂസും 5 സെൻറ്റിമീറ്റർ തിക്കിൽ നൈറ്റ് സോയിലും. ഇതൊരു ആൾട്ടർനേറ്റീവ് ലെയറായിട്ടാണ് ബാംഗ്ലൂർ മെത്തേഡിൽ ഈ പിറ്റിനകത്ത് ഈ ട്രഞ്ചിനകത്ത് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു തിക്നെസ് ഇപ്പോൾ 15:5 എന്നുള്ള ലെവലിലാണ് ആ കമ്പോസ്റ്റിംഗ് പ്രൊസീജിയറിനകത്ത് ഫില്ല് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അപ്പം ബാംഗ്ലൂർ മെത്തേഡ് കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് ആണ്. എന്താണ് മെക്കാനിക്കൽ കമ്പോസ്റ്റിങ്ങിൽ ചെയ്യുന്നത്? റെഫ്യൂസ് ഈസ് ഫസ്റ്റ് ക്ലിയർഡ് ഓഫ് സാൾവേജബിൾ മെറ്റീരിയൽസ് സച്ച് ആസ് റാക്സ്, ബോൺസ്, മെറ്റൽസ്, ഗ്ലാസ് ആൻഡ് ഐറ്റംസ് വിച്ച് ആർ ലൈക്ലി ഇൻ്റർഫിയർ വിത്ത് ദി ഗ്രൈൻഡിങ് ഓപ്പറേഷൻ. ഇത്തരത്തിൽ ഇപ്പം മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇപ്പോൾ മെറ്റൽസ്, അതേപോലെ തന്നെ ബോൺസ്, അത്തരത്തിലുള്ള പദാർത്ഥങ്ങളൊക്കെ അതിൽ നിന്ന് ക്ലിയർ ചെയ്യണം, അതിൽ നിന്ന് മാറ്റിയിടണം, സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പം അത് ഗ്രൈൻഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ തടസ്സങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള കമ്പോസ്റ്റിംഗ് നടക്കുന്നത് ചിലപ്പോൾ തടസ്സപ്പെടും. ഇപ്പോൾ ഈ മെറ്റൽ പാർട്ടിക്കിൾസും ഗ്ലാസ്സൊക്കെ വരികയാണെങ്കിൽ, ബോൺസൊക്കെ വരികയാണെങ്കിൽ അതിന് അതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു കമ്പോസ്റ്റിംഗ് പ്രൊസീജിയർ നടക്കില്ല. അതുകൊണ്ടാണ് നമ്മളതൊക്കെ റിമൂവ് ചെയ്തിടാൻ, ക്ലിയർ ചെയ്തിടാൻ പറയുന്നത്. ഇറ്റ് ഈസ് ദെൻ പൾവറൈസ്ഡ് ഇൻ എ പൾവറൈസിങ് എക്യുപ്മെൻറ്റ് ഓർഡർ ടു റെഡ്യൂസ് ദി സൈസ് ഓഫ് പാർട്ടിക്കിൾസ് ലെസ് ദാൻ 2 inches, 2 ഇഞ്ച്. ഇപ്പോൾ നമ്മളിപ്പം ഈ റെഫ്യൂസിനകത്ത് ഇത്തരത്തിലുള്ള ഐറ്റംസുകളെല്ലാം നമ്മൾ മാറ്റിയിട്ടു, ഏത് മെറ്റൽസ്, ഗ്ലാസ്, ബോൺസ് ഇത്രയൊക്കെ മാറ്റിയിട്ടു. പിന്നീട് വരുന്ന ആ റെഫ്യൂസിനകത്ത് വരുന്ന പദാർത്ഥങ്ങളൊക്കെ നമ്മൾ ഈ പൾവറൈസ് എന്ന് പറഞ്ഞിട്ട് കട്ട് ചെയ്ത് അതിനെ സൈസ് കുറയ്ക്കുന്ന ആ ഒരു എക്യുപ്മെൻറ്റ് പറയുന്നതാണ് പൾവറൈസിങ് എക്യുപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ പാർട്ടിക്കിൾസ് എല്ലാം 2 ഇഞ്ച് കനത്തിലാക്കിയിട്ട്, അത്രത്തോളം ചെറുതാക്കിയിട്ട് നമ്മൾ അതിൻ്റെ സൈസ് റെഡ്യൂസ് ചെയ്യും. ഇത് എൻ്റയർ പ്രോസസ് ഓഫ് കമ്പോസ്റ്റിംഗ് കംപ്ലീറ്റ് ഇൻ 4 to 6 weeks. ആ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് ഫിനിഷ് ആവാൻ തന്നെ 4 മുതൽ 6 ആഴ്ച സമയമെടുത്തിട്ടാണ് മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് പ്രോസസ്സ് നടക്കുന്നത്. അപ്പം നമ്മൾ ഇപ്പോൾ 2 തരത്തിലുള്ള കമ്പോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു. അതിൽ 2 മെത്തേഡുകൾ പഠിച്ചു. ബാംഗ്ലൂർ മെത്തേഡ് പഠിച്ചു, അതേപോലെ തന്നെ മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് പഠിച്ചു. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് വരുന്നത്, അടുത്ത വേസ്റ്റ് ഡിസ്പോസിബിൾ മെത്തേഡ് വരുന്നത് മാന്യുവർ പിറ്റ്സ് ആണ്. അപ്പോൾ എന്താണ് മാന്യുവർ പിറ്റ്സ് വഴി എങ്ങനെയാണ് കമ്പോസ്റ്റിംഗ് വേസ്റ്റ് ഡിസ്പോസിബിൾ നടക്കുന്നത്? അത്തരം കാര്യങ്ങളൊക്കെയാണ് അടുത്ത് വരുന്നത്. എന്താണ് പറയുന്നത്? ദി പ്രോബ്ലം ഓഫ് റെഫ്യൂസ് ഡിസ്പോസിബിൾ ഇൻ റൂറൽ ഏരിയാസ് ക്യാൻ ബി സോൾവ്ഡ് ബൈ ഡിഗ്ഗിങ് മാന്യുവർ പിറ്റ്സ് ബൈ ദി ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡേഴ്സ്. റൂറൽ ഏരിയകളിൽ റെഫ്യൂസ് ഡിസ്പോസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് മാന്യുവർ പിറ്റ്സ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ മാന്യുവർ പിറ്റ്സിനകത്ത് എന്താണ് ചെയ്യുന്നത്? ബൈ ഡിഗ്ഗിങ് മാന്യുവർ പിറ്റ്സ്, നമ്മൾ തന്നെ ഒരു പിറ്റുകൾ ഉണ്ടാക്കി അതിൽ ഓരോ ഇൻഡിവിജ്വൽ ഹൗസ് ഹോൾഡിലും ഇതേപോലെ തന്നെ മാന്യുവർ പിറ്റ്സ്, അങ്ങനെ വേസ്റ്റ് പിറ്റുകൾ ഉണ്ടാക്കി അതിൽ ഡിസ്പോസ് ചെയ്യുന്ന ടെക്നിക്കാണ് മാന്യുവർ പിറ്റ്സ് എന്ന് പറയുന്നത്. ഇൻഡിവിജ്വലായിട്ടുള്ള ഹൗസ് ഹോൾഡേഴ്സിൽ ചെയ്യുന്നതാണ്. അതിനകത്ത് വരുന്നത് ദ ഗാർബേജ്, കാറ്റിൽ ഡെഗ്, സ്ട്രോ ആൻഡ് ലീവ്സ് ഷുഡ് ബി ഡംപ്ഡ് ഇൻ ടു ദി മാന്യുവർ പിറ്റ് ആൻഡ് കവേർഡ് വിത്ത് എർത്ത് ആഫ്റ്റർ ഈച്ച് ഡേയ്സ് ഡംപിങ്. ഓരോ ദിവസത്തെ മാലിന്യങ്ങളും ഇതേപോലെ തന്നെ ഓരോ ദിവസത്തെ മാലിന്യങ്ങളും നമ്മൾ ഈ പിറ്റിനകത്ത് നിക്ഷേപിച്ച് അതിനുശേഷം അത് ഓരോ ദിവസവും മണ്ണുകൊണ്ട് ആ വേസ്റ്റ് പദാർത്ഥങ്ങളെല്ലാം മൂടിയിടുന്നു. ഇതാണ് മാന്യുവർ പിറ്റ്സിനകത്ത് നമ്മൾ ചെയ്യുന്നത്. ഇൻ 2 such pits will be needed. One is closed, then other will be new. 2 പിറ്റുകളാണ് വേണ്ടത് അല്ലേ? ഒരെണ്ണം നമ്മൾ യൂസ് ചെയ്ത് കവർ ചെയ്തിടുമ്പോൾ അടുത്ത ദിവസത്തെ വേസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് വേറെ ഒരു പിറ്റ്. അപ്പോൾ 2 ആൾട്ടർനേറ്റീവായിട്ട് 2 പിറ്റുകളാണ് നമുക്ക് വേണ്ടത്. ഒന്നിനകത്ത് നമ്മളത് ഫില്ല് ചെയ്ത് മണ്ണിട്ട് മൂടി നെക്സ്റ്റ് ഡേ അടുത്ത ദിവസത്തിന് വേണ്ടിയിട്ട് വേറെ ഒരു പിറ്റ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിലും ഇതേപോലെ തന്നെ അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് മാറിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇൻ 5 to 6 month ടൈം ദ റെഫ്യൂസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ദി മാനുവർ വിച്ച് ക്യാൻ ബി ടേൺ ടു ഫീൽഡ്. അപ്പോൾ 5 മുതൽ 6 മാസം കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ മാനുവർ പിറ്റിൽ നിക്ഷേപിക്കുന്ന ഈ റെഫ്യൂസ്, ഇപ്പോൾ ഹൗസ് ഹോൾഡ് റെഫ്യൂസുകളാണല്ലോ കൂടുതലായിട്ടും ഉണ്ടാവുക. അപ്പോൾ ഈ ഹൗസ് ഹോൾഡ് റെഫ്യൂസുകൾ അത് ശരിക്കും അത് മാനുവറായിട്ട് മാറും. അപ്പം ഇത്തരത്തിലുള്ള പിറ്റുകൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് എവിടെയാണ്? റൂറൽ ഏരിയകളിലാണ് ഇത്തരത്തിലുള്ള മാനുവൽ പിറ്റുകൾ ഉപയോഗിക്കുന്നത്. ദ പ്രോബ്ലം ഓഫ് റെഫ്യൂസ് ഡിസ്പോസൽ ഇൻ റൂറൽ ഏരിയാസ് ക്യാൻ ബി സോൾവ്ഡ്. റൂറൽ ഏരിയയുടെ
വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യുന്നത്, അത് സോൾവ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ മാനുവർ പിറ്റുകൾ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത്, അപ്പോൾ മാനുവർ പിറ്റ് എന്താണെന്ന് പഠിച്ചു. ഇനി അടുത്ത പറഞ്ഞാൽ ബറിയലാണ്. ബറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുഴിച്ചു മൂടുന്നത് അല്ലേ. ബറിയൽ എന്ന് പറഞ്ഞാൽ ദി മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ക്യാമ്പ്സ്. ക്വസ്റ്റ്യനാണ്, പലതവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ചെറിയ ക്യാമ്പുകളിൽ വേസ്റ്റ് ഡിസ്പോസിബിൾ ചെയ്യുന്ന മെത്തേഡാണ് ബറിയൽ മെത്തേഡ്. ദി മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ക്യാമ്പ്സ്. ചെറിയ ക്യാമ്പുകളിൽ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ബറിയൽ എന്ന് പറയുന്നത്. അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു ട്രഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നു. എങ്ങനെയാണ്? 1.5 മീറ്റർ വൈഡ് ആൻഡ് 2 മീറ്റർ ഡീപ്പിലാണ് നമ്മൾ അതിൻ്റെ ട്രഞ്ച് ഉണ്ടാക്കുന്നത്. 1.5 മീറ്റർ വൈഡും ആൻഡ് 2 മീറ്റർ ഡീപ്പിൽ, 2 മീറ്റർ ആഴത്തിൽ 1.5 മീറ്റർ വൈഡിലായിട്ടുള്ള ഒരു ട്രഞ്ച് നമ്മൾ ഉണ്ടാക്കുന്നു. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഡേ റെഫ്യൂസ് കവേർഡ് വിത്ത് 20 to 30 സെൻറ്റിമീറ്റർ ഓഫ് എർത്ത്. എല്ലാ ദിവസവും, ഇപ്പം ഈ ക്യാമ്പുകൾ പറയുമ്പോൾ ചിലപ്പോൾ 1 ഡേ ക്യാമ്പുകളാവാം, അല്ലെങ്കിൽ 2 ഡേ 3 ഡേ 10 ഡേ, അങ്ങനെ ഓരോ ദിവസം എത്ര ദിവസം ഉണ്ടോ അത്രയും ദിവസത്തെ. അപ്പോൾ ഒരു ദിവസത്തെ ഈ ക്യാമ്പിലാണെങ്കിലും അന്നത്തെ റിഫ്യൂസ്, അന്നത്തെ മാലിന്യങ്ങൾ നമ്മൾ ഇതേപോലെ ട്രഞ്ചിൽ ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ 20 മുതൽ 30 സെൻറ്റിമീറ്റർ ഡെപ്തിൽ നമ്മളെന്ത് ചെയ്യുന്നു? നമ്മൾ മണ്ണിട്ട് മൂടുന്നു. ഇതാണ് ബറിയൽ മെത്തേഡ് എന്ന് പറയുമ്പോൾ. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ ഫോർ സ്മോൾ ക്യാമ്പ്. ചെറിയ ക്യാമ്പുകളിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ബറിയൽ മെത്തേഡ്. ഇതിന് ഉപയോഗിക്കുന്നത് 1.5 മീറ്റർ വൈഡിലും അതുപോലെ തന്നെ 2 മീറ്റർ ആഴത്തിലുള്ള ട്രഞ്ചുകൾ രൂപീകരിച്ച് അതിനകത്തേക്ക് ഓരോ ദിവസത്തെ മാലിന്യങ്ങളിട്ട് അതത് ദിവസം തന്നെ 20 മുതൽ 30 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ നമ്മൾ മണ്ണിട്ട് അത് കവർ ചെയ്യുന്നു. അതാണ് ബറിയൽ മെത്തേഡിൽ പറയുന്നത്. When the level in the trench is 40 centimeter from the ground level, the trench is filled with earth and compacted. A new trench is dug out. അപ്പോൾ ഇതേപോലെ ഇപ്പം ഒന്നിൽ കൂടുതൽ ദിവസങ്ങളോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള ക്യാമ്പുകൾ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നതാണ്? നമ്മൾ വേറെ സെപ്പറേറ്റുകൾ ട്രഞ്ചുകൾ നമ്മൾ ഉണ്ടാക്കുന്നു. ഓക്കെ, ബറിയൽ മെത്തേഡിൽ അത്തരം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുന്നത് നമ്മൾ സോളിഡ് വേസ്റ്റ് ഡിസ്പോസലാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ സോളിഡ് വേസ്റ്റ് ഡിസ്പോസലിനകത്ത് നമ്മൾ അതിൻ്റെ പ്രധാന ടെക്നിക്കുകൾ പഠിച്ചു. അതിൻ്റെ സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സുകൾ എന്താണെന്ന് പഠിച്ചു. ഏതൊക്കെ തരത്തിലാണ് നമുക്ക് സോളിഡ് വേസ്റ്റുകൾ ഉണ്ടാവുന്നത്, ലഭ്യമാവുന്നത്. ഇനി അതിൻ്റെ ഡിസ്പോസിബിൾ ടെക്നിക്കിൽ നമ്മളതിൻ്റെ ഫസ്റ്റ് മുതൽ ഡിസ്പോസിബിൾ ചെയ്യുന്നതിൻ്റെ എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്പോസിബിൾ ചെയ്യേണ്ടത്. നമ്മൾ അതിനകത്ത് അതാദ്യം കളക്ട് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ആദ്യം അത് സ്റ്റോറേജ് ചെയ്യണം. പിന്നെ അത് സ്റ്റോറേജ് ചെയ്തതിന് ശേഷം അത് ഹൈജീനിക്കലായിട്ട് അത് കളക്ട് ചെയ്യണം. പിന്നീടാണ് നമുക്കതിൻ്റെ ഡിസ്പോസിബിൾ മെത്തേഡുകൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിനകത്ത് പറഞ്ഞ മെത്തേഡുകൾ ഡംപിങ് എന്താണെന്ന് പഠിച്ചു. അതുപോലെ തന്നെ കൺട്രോൾഡ് ടിപ്പിംഗ് എന്താണെന്ന് പഠിച്ചു. സാനിറ്ററി ലാൻഡ് ഫില്ല്. അപ്പോൾ അതിനകത്ത് വരുന്ന കൺട്രോൾ ടിപ്പിങ്ങിനകത്ത് നമുക്ക് 3 മെത്തേഡുകളുണ്ട്. ട്രഞ്ച് മെത്തേഡ്, റാമ്പ് മെത്തേഡ്, അതുപോലെ തന്നെ ഏരിയ മെത്തേഡുകൾ എന്താണെന്ന് പഠിച്ചു. പിന്നെ ഇനി അടുത്ത ടെക്നിക്ക് വരുന്നത് ഇൻസിനറേഷനാണ്. ഹോസ്പിറ്റൽ വേസ്റ്റുകൾ സൂട്ടബിളായിട്ട് ഡിസ്പോസ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഇൻസിനറേഷൻ എന്താണെന്ന് പഠിച്ചു. ഇനി ഇൻസിനറേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് കമ്പോസ്റ്റിംഗ് പഠിച്ചു. കമ്പോസ്റ്റിങ്ങിനകത്ത് 2 തരത്തിലാണ് കമ്പോസ്റ്റിംഗ് നടക്കുന്നത്. ബാംഗ്ലൂർ മെത്തേഡും അതുപോലെ തന്നെ മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് എന്താണെന്ന് പഠിച്ചു. ബാംഗ്ലൂർ മെത്തേഡിൻ്റെ അതിൻ്റെ ട്രഞ്ചിൻ്റെ അളവും കാര്യങ്ങളും അതുപോലെ തന്നെ സിറ്റിയിൽ നിന്നും കുറഞ്ഞത് 800 മീറ്റർ അകലത്തിലാണ് അത്തരത്തിലുള്ള ട്രഞ്ചുകളൊക്കെ വേണ്ടതെന്ന് പഠിച്ചു. ഇനി അതിനുശേഷം മെക്കാനിക്കൽ കമ്പോസ്റ്റിംഗ് പഠിച്ചു. പിന്നെ നമുക്ക് പിന്നെ വന്നിരിക്കുന്നത് മാനുവർ പിറ്റ്സ് ആണ്. മാനുവർ പിറ്റ്സ് എന്താണെന്ന് പഠിച്ചു. മാനുവർ പിറ്റ്സ് നമ്മൾ ഹൗസുകളിൽ ഉപയോഗിക്കുന്ന വീടുകളിൽ ഉപയോഗിക്കാവുന്ന തരത്തിലുള്ളതാണ് ഡിസ്പോസിബിൾ മെത്തേഡാണ് മാനുവർ പിറ്റ്സ്. അതിനുശേഷം നമ്മൾ പഠിച്ച് ബറിയൽ മെത്തേഡാണ്. ചെറിയ ക്യാമ്പുകളിൽ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള വേസ്റ്റ് ഡിസ്പോസിബിൾ മെത്തേഡാണ് ബറിയൽ മെത്തേഡ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് സോളിഡ് വേസ്റ്റ് ഡിസ്പോസിബിളിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിരവധി ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പോർഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് കുറച്ചുകൂടി ഡീപ്പായിട്ട് നോട്ടുകളും അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇട്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. ഇനി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പിന്നെ അടുത്തൊരു ടെക്നിക്ക് ഉണ്ട്. നമുക്കിനി അടുത്ത ടെക്നിക്ക് പഠിക്കാനുള്ളത് എക്സ്ക്രീറ്റ ഡിസ്പോസബിളാണ്. അത് അടുത്ത വീഡിയോ ആയിട്ടാണ്, ഒരു ഫുൾ വീഡിയോ ആയിട്ട് അതുകൂടെ വരും. ഓക്കെ, താങ്ക് യു.